രാമായണം തുടങ്ങുന്നത് വാൽമീകിയും നാരദനും തമ്മിലുള്ള സംവാദത്തോടു കൂടിയാണ്. കുറേ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരാളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറയും ഉണ്ടല്ലോ, ഈ ലക്ഷണങ്ങളൊക്കെ ഒത്ത ഒരേ ഒരാളെ എനിക്കറിയാവുള്ളൂ. അതാരാണ്? ഇക്ഷ്വാകു വംശജനായ ശ്രീരാമൻ. ഓഹോ, ഐ സി, എസ് യു സി എഴുതിക്കോളൂ ഇനി. വാൽമീകി രാമായണം തുടക്കം നല്ല ഭംഗിയാണ്, നല്ല രസമാണത്. കോന്വർത്ഥം സാമ്പ്രതം ലോകേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ലക്ഷണങ്ങളില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വായിക്കുമ്പോൾ നമ്മളൊക്കെ ധരിക്കുന്നത് എന്താണ്? സരസ്വതി ദേവി രാമായണം ഉപദേശിച്ചു. അതുകൊണ്ട് തെറ്റൊന്നും ഉണ്ടെന്നല്ല, പക്ഷെ ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്, അതുകൊണ്ട് സൂചിപ്പിച്ചു. പിന്നെ താഴെ വന്നു വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാഗ്ദേവതയായ ദേവി അനുഗ്രഹിച്ചു. കാരണം സരസ്വതി ദേവി വാഗ്ദേവതയാണ്. ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ വാക്കുകളൊന്നും പുറത്തേക്ക് വരില്ല. അഥവാ വന്നാലോ അപശബ്ദങ്ങളായിരിക്കും. യഥാസമയം വേണ്ട വാക്കുകൾ വരണമെങ്കിൽ വാണിദേവി സരസ്വതി ദേവിയുടെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ആചാര്യൻ പ്രാർത്ഥിക്കുന്നു. എന്ത്? വാണിയിടുക വണ്ണമെന്നാവിന്മേൽ. അന്ന് വാൽമീകിയുടെ നാവിന്മേൽ എങ്ങനെയാണോ ദേവി അനുഗ്രഹിച്ചത്, കുടിയിരുന്നത്, അതേപോലെ അടിയന്റെ നാവിലും വരണമേ. നാണമാകുന്നതാനും അതിനെന്ത്. എനിക്കിത് പറയാനും നാണമുണ്ട്. എന്താണെന്നറിയാവോ? വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല. കാരണം അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് വേദശാസ്ത്രങ്ങൾക്കൊക്കെ ബ്രാഹ്മണ ക്ഷത്രിയ വംശക്കാർക്കൊക്കെ മാത്രമേ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ഞാനോ ബ്രഹ്മപാദജൻ. നേരത്തെ പറഞ്ഞു അജ്ഞാനിനാമാദ്യനായുള്ളൂര് ഞാൻ, അല്ലേ? നമ്പർ 1 അജ്ഞാനിയാണ് ഞാൻ. ഗീത പഠിക്കുമ്പം കാണും ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രഭാവങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നർത്ഥം. ഭഗവാൻ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ചാതുർവർണ്ണ്യം എങ്ങനെയുണ്ടായത്? മയാ സൃഷ്ടം, ക്രിയേറ്റഡ് ബൈ മീ, മയാ സൃഷ്ടം. എങ്ങനെ? ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ആരാണ് ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയത്? തസ്യ കർത്താരമഭിമാം വിദ്യകർത്താരം. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ വേർതിരിവ്. എന്ത്? ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യമാണ്. ചാതുർജാതി എന്നല്ല പറഞ്ഞത്, വർണ്ണവ്യവസ്ഥയാണ്. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല ഞാൻ സ്വയം അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? ഞാനൊരു ബോൺ ശൂദ്രനാണ്, അല്ലെ? ശൂദ്രനായിട്ട് ജനിച്ച അന്നത്തെ സമ്പ്രദായം അതാണ്. അപ്പൊ എഴുത്തച്ഛൻ അത് എഴുതാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും അധികാരിയല്ല. പക്ഷെ അതുകൊണ്ട് എന്ത് വേണം? ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അതുകൊണ്ട് അറിവുള്ള നിങ്ങൾ എന്ത് വേണം? കൃപയാലേ ക്ഷമിച്ചിടുവിൻ. എന്നോട് അനുകമ്പ തോന്നി ക്ഷമിക്കണം. ഞാൻ അറിവില്ലാത്ത വല്ലതും ആണ് പറയുന്നതെങ്കിൽ വിനയത്തിന്റെ ഭാഷയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അധ്യാത്മരാമായണത്തിന്റെ മാഹാത്മ്യം പറയുന്ന പ്രസിദ്ധമായ ഭാഗമാണ് അധ്യാത്മപ്രദീപകം. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചാണ്, എങ്കിലും പറയുന്നത് അധ്യാത്മ പ്രദീപകമാണ്. പിന്നെയോ അത്യന്തം രഹസ്യം. ഇന്നലെയൊക്കെ വിശദീകരിച്ചതാണ്. അവിടെ രഹസ്യം എന്ന് പറഞ്ഞാൽ ആരും ആരോടും പറയരുതെന്നല്ല അർത്ഥം. പിന്നെ അറിയേണ്ടവർ തമ്മിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് രഹസ്യം. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതം ഉത്തമം. ഭഗവത്ഗീത 9ാം അധ്യായത്തിന്റെ പേര് തന്നെ രാജവിദ്യ രാജഗുഹ്യം, റോയൽ സീക്രട്ടാണ് എന്നർത്ഥം. അവിടെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ആരും ആരോടും പറയരുതെന്നല്ല. പിന്നെ വിഷയത്തിന്റെ ഗൗരവത്തെ ബോധിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, അറിയേണ്ടവർ തമ്മിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ സൂചിപ്പിക്കുന്നു. ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. എന്താണ് മൃത്യുശാസന പ്രോക്തം? മൃത്യു ശാസന പ്രകർഷേണ ഉക്തം മൃത്യുശാസന പ്രോക്തം. മൃത്യു കാലൻ, മൃത്യുശാസനൻ കാലാരി. ആരാണ്? മഹാദേവൻ. പ്രോക്തം പ്രകർഷേണ ഉക്തം, ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കൂ. ആർക്ക്?
സ്വന്തം ഭാര്യയ്ക്ക് പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം. ഈ മൃത്യുശാസന പ്രോക്തമായ ഈ അധ്യാത്മരാമായണം അധ്യയനം ചെയ്യുന്ന എല്ലാ മർത്യജന്മികൾക്കും, അവിടെ യാതൊരു തരത്തിലുള്ള റിസർവേഷനും പറഞ്ഞില്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര പറഞ്ഞില്ല, സ്ത്രീ പുരുഷഭാവം പറഞ്ഞില്ല, ചെറുപ്പക്കാര് പ്രായമുള്ളവര് അത് പറഞ്ഞില്ല, അമേരിക്കക്കാര് ഗുരുവായൂരുകാര് അതും പറഞ്ഞില്ല, പിന്നെ 5000 വർഷം മുമ്പുള്ളവര് 10000 വർഷം മുമ്പുള്ളവര് ഇനിയും ഒന്നും പറഞ്ഞില്ല. എക്കാലവുമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയും ഈ ശാസ്ത്രത്തെയൊക്കെ സാർവജനീനം, സാർവലൗകികം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. സാർവജനീനം, സാർവലൗകികം, സാർവകാലികം മൂന്നും പറയുന്നത്. സാർവജനീനം എന്ന് പറഞ്ഞാൽ എക്കാലത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും ഉള്ളത്. സാർവലൗകികം എന്ന് പറഞ്ഞാൽ ഏത് ലോകത്തുമുള്ള എല്ലാവർക്കും. സാർവകാലികം എന്ന് പറഞ്ഞാൽ ഏത് കാലത്തുമുള്ള യൂണിവേഴ്സൽ ഫിലോസഫി എന്നൊക്കെ ഇംഗ്ലീഷിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? മുക്തി സാധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. ശാസ്ത്രം പറയുമ്പോൾ ഈ വാക്ക് നമ്മൾ പലപ്പോഴും കാണും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പലപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട്. ഭാഗവതത്തിലും നമുക്ക് കാണാം. ഉദ്ധവരോട് ഭഗവാൻ പറയുന്നിടത്തൊക്കെ നിസ്സംശയം നിസ്സംശയം. എന്തുകൊണ്ട്? പ്രഥമദൃഷ്ട്യാ അവിശ്വസനീയം എന്ന് തോന്നുന്ന ഒരു കാര്യം പറയുമ്പോൾ അർജുന അല്ലെങ്കിൽ ഉദ്ധവ അല്ലെങ്കിൽ സംശയിക്കണ്ട, ധാരാളം കാണും. അതുപോലെ ഇവിടെ സൂചിപ്പിക്കുന്നു അസന്നിഗ്ധം, യാതൊരു സംശയം ഉറപ്പായിട്ട് പറയും. ഈ ഉറപ്പായിട്ട് ആർക്കാ പറയാൻ സാധിക്കുക? ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിന് മാത്രമേ ഇത് ഉറപ്പിച്ചു പറയാൻ. ഇവിടെ ശാസ്ത്രത്തില് ഗുരുവിന്റെ ലക്ഷണം സൂചിപ്പിക്കുന്നത് തന്നെ അതാണ്. ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനുമായിരിക്കണം ഗുരു. ഉപനിഷത്തിൽ സ്പഷ്ടമായിട്ട് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഗുരുവിനെ എങ്ങനെയാ സമീപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഈ 2 ഗുണങ്ങളെങ്കിലും ഓർമ്മയിലിരിക്കട്ടെ. എന്തൊക്കെയാണ്? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയം എന്ന് പറഞ്ഞാൽ ശ്രുതി വേണ്ടതുപോലെ സാമ്പ്രദായികമായിട്ട് ഗുരുവിൽ നിന്ന് കേട്ട് പഠിച്ചയാൾ. ബ്രഹ്മനിഷ്ഠനോ ബ്രഹ്മജ്ഞാനം നേടി അതിൽ സ്ഥിരമായ ഉറപ്പ് വന്നവൻ. എവർ എസ്റ്റാബ്ലിഷ്ഡ് ഓർ സ്റ്റെഡ്ഫാസ്റ്റ്, നല്ല നല്ല ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടായിരുന്നു അതില്. അപ്പൊ തിയററ്റിക്കലായിട്ട് പഠിച്ചു എന്നുള്ളതല്ല, പിന്നെ പ്രായോഗികമായിട്ട് അതില് അങ്ങനെയുള്ള ഒരാളായിരിക്കണം ഗുരു. ഈ ഉറപ്പ് വന്ന ഒരു ഗുരുവിന് മാത്രമേ അസർട്ട് ചെയ്ത് ഉറപ്പിച്ച് പറയാനും. അല്ല, ഇങ്ങനെയൊക്കെയാണെന്നാ തോന്നുന്നത്, ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ പറയുന്ന ഒരു ഗുരുവിന്റെ വാക്കുകൾ അധികം നേരം കേട്ടിരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് പറഞ്ഞു മുക്തി സാധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. നീ ഒരു 100,000 ജന്മം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ഇപ്പോഴേ എന്തിനാ ഇതിന് മെനക്കെടുന്ന? ഉറപ്പായിട്ട് പറയുന്നത് ഈ ജന്മം ഇനി മാറ്റി വെക്കണ്ട എന്നർത്ഥം അല്ല. ഇന്നലെ നമ്മൾ കണ്ടു ഭഗവാന്റെ വാക്ക്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാൻ പ്രപദ്യതേ. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് അറിവ് നേടി എന്നെ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞു. ആഹാ എന്ന് വിചാരിക്കണ്ട. അതേത് ജന്മത്തെയാ സൂചിപ്പിച്ചത്? എന്റെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞതിനെയാണ് സൂചിപ്പിച്ചത്. ഇനി എനിക്ക് യാതൊരു സംശയമില്ല. അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. ഗീതയൊക്കെ പഠിച്ചിട്ട് രാമായണമൊക്കെ പഠിച്ചാലുള്ള ഗുണം അതാണ്. അസന്നിഗ്ധം ഈ ജന്മം കൊണ്ട്. ഇനി അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ജന്മം എടുക്കേണ്ട ആവശ്യമില്ല. ഈ ജന്മം കൊണ്ട് അല്ലെ മുക്തി എങ്ങനെ വരുമെന്നാ പറയുന്നത്? കരതലാമലകം പോലെ എന്നാണ് പറയാന്ന്. കരതലത്തിലെ അമലകം പോലെ. അമലകം എന്താണ്? നെല്ലിക്ക. കയ്യിലിങ്ങനെ ഇരിക്കുകയാണ്, ഇനി എന്ത് വേണം? അമലകം എന്നുള്ളതിനേക്കാൾ ലഡ്ഡു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്വീറ്റ് ആയിരിക്കും. നെല്ലിക്ക അല്ലേ, ചിലപ്പോൾ ഇത്തിരി കഴിക്കും, അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പം മധുരിക്കും. ലഡ്ഡു ആകുമ്പോൾ ആ സംശയമൊന്നും വേണ്ട.
അസന്നിഗ്ധമിജന്മം കൊണ്ടേ. എത്ര ഉറപ്പായിട്ട് പറയുന്നു. ഇതാണ് ഉറപ്പ് വന്ന ഒരു ഗുരുനാഥന്റെ ലക്ഷണം. ആ ഗുരുനാഥന്മാരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അവരിൽ നിന്നാണ് കേട്ടു പഠിക്കേണ്ടത്. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ഇതിനൊക്കെ ആദ്യത്തെ ചവിട്ടുപടി എന്താണ്? ഭക്തി ഉണ്ടായിരിക്കണം അല്ലേ? ഏത് യോഗവും അഭ്യസിക്കണമെങ്കിൽ, പരിശീലിക്കണമെങ്കിൽ എലിമെന്ററി, പ്രിലിമിനറി, പ്രാഥമിക യോഗ്യത എന്താണ്? രണ്ടാമത്തെ ലക്ഷ്മണോപദേശത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ ഇടയ്ക്കൊന്ന് കണ്ടു അല്ലേ? മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. അല്ലേ? അപ്പൊ ബേസിക് ക്വാളിഫിക്കേഷൻ അവിടെ എന്താണ്? അടിസ്ഥാന യോഗ്യത എന്താണ്? ഭക്തനായിരിക്കണം ഒരു ശിഷ്യൻ. ഗുരുഭക്തി, ഗുരുവിലും ശാസ്ത്രത്തിലും ഉറച്ച വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയും. ഇന്നലെ നമ്മൾ പറഞ്ഞാണ് ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസഃ ശ്രദ്ധ. ഉറച്ച വിശ്വാസം, പാറ പോലല്ല, പിന്നെ അതിനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ചലം, ഒരിക്കലും ഇളകാത്തത്. ഇത് ശാസ്ത്രത്തിലും ഗുരുവിലും ഇത് വരണം. ഈ ഗുരുനാഥൻ എന്നെ, ഇനി എനിക്ക് വേറെ ന അന്യ പന്ഥ വിദ്യതേ അന്യഥാ ശരണം നാസ്തി. ഉറപ്പ് വരണം. വെറുതെ ഇങ്ങനെ അധരവ്യായാമം പോരാന്നർത്ഥം. മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും ഈ ശാസ്ത്രത്തിലും ഗുരുവിലും ഉറച്ച വിശ്വാസം. ഈ നിമി നവയോഗി സംവാദത്തില് 6ാമത്തെ ചോദ്യം എന്നാണ് ഓർമ്മ. ഗുരുവിന്റെ പ്രാധാന്യം ഭംഗിയായിട്ട് സൂചിപ്പിക്കുന്നത്. ഈ ശരീരമാകുന്ന കപ്പലിനെ മോക്ഷമാകുന്ന ദ്വീപിലേക്ക് എത്തിക്കുന്ന തോണിക്കാരനാണ്, അമരക്കാരനാണ് ഗുരു. കർണധാരം എന്നൊക്കെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. അതാണ് ഗുരു മഹിമ. ഇപ്പൊ ഗുരു പൂർണിമ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഒരു ലഹരി നമുക്കിപ്പോഴും വിട്ടിട്ടില്ല എന്നർത്ഥം. ഗുരുമഹിമ സാധകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഗുരുമഹിമ. ഗുരുവിനെ ആരാധിക്കാനും ഗുരുവിൻ്റെ പാദങ്ങളിൽ മുഴുവൻ സമർപ്പിക്കാനുമുള്ള ഒരു ദിനം എന്നർത്ഥം. അപ്പൊ ഇതിനൊക്കെ വേണ്ടതെന്താണ്? ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ. ഭക്തിയില്ലാതെ കേൾക്കുന്നതൊക്കെ വെറുതെയാണ്. ഭക്തിയില്ലാത്ത ജ്ഞാനം അപകടമാണ്. ഭക്തിയില്ലാത്ത കർമ്മം ഒരിക്കലും കർമ്മയോഗം ആവുകയില്ല. അപ്പൊ ജ്ഞാനത്തിനും കർമ്മത്തിനും ധ്യാനത്തിനും ഒക്കെ അടിസ്ഥാന യോഗ്യത ഭക്തിയാണ്. പക്ഷെ 2ാമത്തെ അധ്യായത്തിൽ ഭഗവാനോട് അർജുനൻ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. 2 യോഗമേ അവിടെ പറഞ്ഞുള്ളൂ, ജ്ഞാനയോഗവും കർമ്മയോഗവും. പലരും പറയാറുണ്ട് എന്തുകൊണ്ട് ഭഗവാൻ അവിടെ ഭക്തിയോഗത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞില്ല? ഒരു സംശയവുമില്ല. ഈ പറഞ്ഞത് രണ്ടും ശരിയായ യോഗമാകണമെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. ഇനി സംശയിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം എഴുതിയപ്പോൾ വേദവ്യാസ ഭഗവാൻ അതവിടെ സപ്ലിമെന്റ് ചെയ്തു. എന്ത്? യോഗാസ്ത്രയാമയാ പ്രോക്ത. അവിടെ നേരെ തിരിച്ചു. യോഗാസ്ത്രയ 3 യോഗങ്ങൾ ഏതൊക്കെയാ? ജ്ഞാനം, കർമ്മച, ഭക്തിശ്ച. അവിടെ എടുത്ത് സൂചിപ്പിച്ചു. ഭക്തിയുടെ പ്രാധാന്യം ഓർമ്മയിലിരിക്കട്ടെ. ഭഗവത്ഗീതയിലെ ഭക്തിയോഗം എന്ന അധ്യായം 12ാം അധ്യായമാണ്. 20 ശ്ലോകങ്ങൾ മാത്രമുള്ള ഏറ്റവും ചെറിയ ഒരധ്യായം. ഭക്തൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? 12ാം അധ്യായത്തിലെ 13 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ച് പഠിക്കൂ. 26 ഗുണങ്ങളിൽ ഏതൊക്കെ നമുക്കുണ്ട് എന്ന് നോക്കൂ. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാട്ടർ ഷൈറ്റ് അല്ല എന്നർത്ഥം അല്ലേ? ഒന്ന് നന്നായിട്ട് വളർന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ട് വന്നുകൊള്ളും. അതുകൊണ്ട് അത് നോക്കി പഠിക്കൂ. അപ്പൊ ഭക്തി എന്താണെന്ന് അറിയണമെങ്കിൽ ഇതൊക്കെ ആവശ്യം. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമല്ല. എന്റെ പ്രത്യേകത എന്താണ്? ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ. ബുദ്ധി കൊണ്ട് മത്ത് പിടിച്ചവരെന്നർത്ഥം. ബുദ്ധിമത് എന്ന് പറഞ്ഞാൽ ബുദ്ധി പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നവർ. അഥവാ ബുദ്ധിയുടെ പ്രത്യേകത എന്താണ്? വിവേചന ബുദ്ധി. വിവേചന ശക്തിയുടെ ഇരിപ്പിടമാണ് ബുദ്ധി.
ഡിസ്ക്രിമിനേറ്റീവ് ഇന്റലക്റ്റ് എന്നാണ് സാഹിബ് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ എന്നറിയാം. ഇന്റലക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ബുദ്ധിയുടെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷനാണ് ബുദ്ധിയുടെ പ്രത്യേകത. അപ്പൊ ബുദ്ധിമത്തുക്കളായോര് ബുദ്ധി വേണ്ട പോലെ വികസിച്ചവരാണ്. അവർക്ക് ഇതിൽ വലിയ ഉറപ്പ് വന്നിട്ടില്ലെങ്കിലും ഈ കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ ബുദ്ധിയും അവർക്ക് ബദ്ധരായിട്ടിരിക്കുക. എന്തുകൊണ്ട്? ബുദ്ധി യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യസി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കണ്ട ശ്ലോകമാണ് അല്ലേ? അപ്പൊ മോഹകലിലമായ ബുദ്ധി നിന്ന് വേണ്ടാത്തതൊക്കെ പോയി കിട്ടണം. അതിന് ഈ കഥ സഹായിക്കും. കഥാലാപം. ശ്രീരാമചന്ദ്രൻ ശബരിയോട് ഉപദേശിക്കുന്ന 9 ഭക്തി ഭാവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് മൽക്കഥാലാപം. ഗീതയിൽ ഭഗവാൻ പറയും സതതം കീർത്തയന്തോ മാം. വല്ലപ്പോഴും അല്ല എന്നെ കീർത്തിക്കേണ്ടത്, പിന്നെ സതതം കീർത്തയന്തോ മാം യതന്തച്ഛദൃഢവ്രതാഃ. വെറുതെ ഇങ്ങനെ വളവളാന്നിട്ട് ജപിക്കലല്ല, കീർത്തിക്കലല്ല, പിന്നെ ദൃഢവ്രതാഃ. ഉറപ്പ് വരണം. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു ഉറപ്പ് വരേണ്ടതിന്റെ പ്രാധാന്യം. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മനായേതി. ജന്മകർമ്മ ച മേ ദിവ്യം. എന്റെ ദിവ്യങ്ങളായ ജന്മകർമ്മങ്ങളെ ആരാണോ പാടിപ്പുകഴ്ത്തുന്നത്, താത്വികമായിട്ട് തത്വത്തോടുകൂടി അറിയുന്നത്, ത്യക്ത്വാ ദേഹം, അവർ ദേഹം ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പുനർജന്മ ന ഏതി. എളുപ്പം മനസ്സിലാകുന്ന സംസ്കൃതം അല്ലേ? പിന്നെയോ മാം ഏതി, അവരെവിടെ എത്തും? ഉറപ്പായില്ലേ? അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിൽ ഉടൻ മുക്തരായി വന്നു. ഉടൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പെട്ടെന്ന്, യാതൊരു താമസവും ഇല്ല, അനായാസം, നിഷ്പ്രയാസം പെട്ടെന്ന് ഇത് സാധിക്കുന്നു. അതിന്റെ മാഹാത്മ്യം അതാണ്. പിന്നെ ആ കഥ സൂചിപ്പിക്കുന്നു. ഏത്? ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവ്വം സ്രോതം ചെയ്തത് മൂലം ദുഗ്ധാപ്തി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥന് തനേനായിട്ട് രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചു ഒരു ശേഷം. ആരാ ഈ മാർത്താണ്ഡാത്മജപുരം? തിരുവനന്തപുരം എന്ന് പറയുന്ന പോലെ. മാർത്താണ്ഡൻ ആരാണ്? സൂര്യൻ. മാർത്താണ്ഡ ആത്മജൻ ആരാണ്? അതാണ് അറിയാൻ വയ്യാത്തത്. യമധർമ്മൻ. അപ്പൊ മാർത്താണ്ഡാത്മജപുരം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? യമപുരി എന്നർത്ഥം. എന്നാ ഇനി അങ്ങോട്ട് പോകണ്ട. ഇതുവരെ വിചാരിച്ചിരുന്ന അവിടെ വരെ ഒന്ന് പൊയ്ക്കളയാന്ന് വിചാരിച്ചു. ഇതാന്ന് അറിഞ്ഞില്ല. തിരുവനന്തപുരം പോലൊരു പുരമാണെന്നാ ഇതുവരെ ധരിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലാക്കിക്കോളൂ. ഇനിയും സൂചിപ്പിക്കുന്നത് യമപുരി എന്നർത്ഥം. അവരെയൊക്കെ, ഈ രാവണാദികളെയൊക്കെ ഇല്ലാതാക്കിയ ആ ഭഗവാനെ അടുത്ത വരി പറയാനാണ് ഉദ്ദേശിച്ചത്. ഇടയ്ക്കുള്ള സ്കിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ നാരായണ നാരായണ നാരായണ. എന്താ ഒരു ഭംഗി നോക്കുക. അതിന്റെ ആസ്വദിക്കണമെങ്കിൽ ഓരോ വരിയും നമുക്ക് മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും ആസ്വദിക്കാൻ കഴിയണം. ബുദ്ധികൊണ്ട് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? ആശയം നന്നായിട്ട് ഉൾക്കൊള്ളണം. മനസ്സുകൊണ്ട് വേണമെങ്കിലോ അതിന്റെ ആ ഭംഗി. അപ്പോഴാണ് മനസ്സ് ബുദ്ധിയും കൊണ്ട് നമുക്കിത് ആസ്വദിക്കാൻ കഴിയുക. ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച ആ ബ്രഹ്മഭാവത്തിലേക്ക് എത്തിയ അല്ലെ. ആദ്യമാം എന്ന് പറഞ്ഞാല് പണ്ടുപണ്ടേ ഉള്ള ചൈതന്യം ആ ഭാവത്തിൽ നിന്ന് അവതരിച്ചു. അവതരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഡെന്റൽ ട്രീറ്റ്മെന്റിന് ചെന്നപ്പോഴാണ് തരിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഇഞ്ചക്ഷൻ തരില്ലേ അല്ലേ? ഇവിടെ അവതരിപ്പിക്കുകയല്ല, പിന്നെ അവതരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താഴേക്ക് ഇറങ്ങി വന്നിരുക എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ അവതരിച്ചു, അവതാരം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥം? നാമരൂപങ്ങൾക്ക് അതീതമായ ചൈതന്യം. ഇന്നലെ പറഞ്ഞ വാചകം ഓർമ്മയുണ്ടല്ലോ, ഉപാധിരഹിതമായ ചൈതന്യം ഉപാധി സഹിതമാകുന്നതാണ് ജീവൻ എന്ന് സൂചിപ്പിച്ചു. ഭഗവാന്റെ കാര്യത്തിലും ആ നിർവചനം 100% ആപ്ലിക്കബിൾ ആണ്.
അത് കഴിഞ്ഞാലോ അവതാരോദ്ദേശം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആ ബ്രഹ്മഭാവത്തിലേക്ക് മടങ്ങി. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ പിന്നെ ഒരു പ്രത്യേകത സൂചിപ്പിച്ചെന്താണ്? വേദാന്തവാക്യവേദ്യനാം. ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ് എന്ന്. വേദാന്തം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. എന്താണ്? ഉപനിഷത്തിനെയാണ് വേദാന്തം എന്ന് സൂചിപ്പിച്ചത്. അപ്പൊ വേദാന്ത വാക്യവേദ്യന, വേദ്യൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവൻ. വേദാന്ത വാക്യവേദ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? വേദാന്ത വാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൻ, അറിയപ്പെടേണ്ടവൻ. എന്താണ് ഈ വേദാന്ത വാക്യം? വേദാന്തം ഉപനിഷത്ത്. ഉപനിഷത്തിന്റെ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന മറുപടി ജീവ ബ്രഹ്മ ഐക്യം. ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെ. ജീവോ ബ്രഹ്മൈവ നാ അപരഹ. ഇതാണ് ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ബ്രഹ്മസത്യം, ജഗന്മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്, ജീവനോ ലോകമോ പ്രപഞ്ചം ജീവനൊക്കെ മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ലാത്തത് എന്നല്ല, പിന്നെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. പാരമാർത്ഥികമായ സത്ത, ആബ്സല്യൂട്ട് റിയാലിറ്റി ഇല്ലാത്തത് എന്നർത്ഥം. കുറച്ച് ഇപ്പൊ ഈ നിഴൽ ഇവിടെ കാണുന്നു, ഈ കുടയാകുന്ന ഒരു വസ്തു, അതിനെ പുറകിലൊരു വെളിച്ചം, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇപ്പൊ ഈ നിഴൽ നിലനിൽക്കുന്നത്. അപ്പൊ ഈ നിഴൽ ഇപ്പൊ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഏതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ആ ലൈറ്റിനെയും കുടയെയും തന്നെയല്ല, കാണുന്ന എന്നെയും കൂടി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഞാനിവിടുന്ന് മാറിയാൽ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിഴല് ഇല്ല, കുട അവിടുന്ന് മാറ്റിയാൽ നിഴലില്ല. ഇങ്ങനെ പലതിനെ ആശ്രയിച്ച് നിലനിൽക്കുകയും പാരമാർത്ഥികമായ സത്ത ഇല്ലാത്തതുമായ ഒന്നിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. പലർക്കും ഒരു ധാരണയുണ്ട്, മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് അല്ല, ഇല്ലാത്തതെന്നല്ല, അല്ലാത്തതെന്ന് വേണേ പറഞ്ഞോളൂ എന്നാണ്. അല്ലേ? ശരിക്കുള്ള എക്സിസ്റ്റൻസ്, സത്യമായ പാരമാർത്ഥികമായ സത്ത, അബ്സല്യൂട്ട് റിയാലിറ്റി ഇല്ലാത്തത്. ഇന്നലെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, ഓർമ്മയുണ്ടോ? സൺറൈസസ് ഇൻ ദി ഈസ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും എന്ത്? സൺ നെവർ റൈസസ്. എന്തുകൊണ്ട്? വാസ്തവത്തിൽ നീങ്ങുന്ന ആരാണേ? നമ്മളാണ് നീങ്ങുന്നത്. സൂര്യൻ എവിടെങ്കിലും നീങ്ങുന്നുണ്ടോ? അല്ലേ? പക്ഷെ നമ്മൾ പറയുന്നതും പഠിപ്പിക്കുന്നതൊക്കെ എന്താണ്? സൂര്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സൂര്യൻ അപ്പുറത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇരുട്ടാകും, അതുകൊണ്ട് രാത്രി. അബദ്ധം. ഇങ്ങനെ സൂര്യൻ നീങ്ങുന്നു എന്നുള്ളത് ഒരു ചെറിയ സത്യം, സൂര്യൻ നീങ്ങുന്നേ ഇല്ലെന്നുള്ളത് ഇമ്മിണി വലിയ സത്യം. ഇംഗ്ലീഷിൽ ലോവർ ട്രൂത്ത്, ഹയർ ട്രൂത്ത്, ചെറിയ സത്യം, വലിയ സത്യം എന്നൊക്കെ മനസ്സിലാക്കും. അതിന് ശാസ്ത്രഭാഷ പറയുന്നതാണ് വ്യാവഹാരിക സത്ത, പാരമാർത്ഥിക സത്ത. എംപിരിക്കൽ റിയാലിറ്റി, അബ്സല്യൂട്ട് റിയാലിറ്റി. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല, പാരമാർത്ഥികമായ സത്ത. അപ്പോൾ ഇത് മിഥ്യയാണ് എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? പരമമായ സത്യത്തിന്റെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് കാണുമ്പോൾ ഇത്. എന്നാൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അല്ലെ, ഇപ്പൊ ഒരാൾ ഇവിടെ ഇരുന്ന് കണ്ടക്ഷോഭം ചെയ്യുന്നു, കുറച്ചുപേര് ഇരുന്ന് കേൾക്കുന്നു, ആരും ഉറങ്ങുന്നില്ല, അതുകൊണ്ട് അത് പറയാറില്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴോ ഇതൊക്കെ ഒരു പുക. രാമായണ സപ്താഹം നടന്നു അവിടെ. ഇത് 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തേതാണ്. ഈ 4 കൊല്ലം സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്തവരുണ്ട്. അവർക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് പോലെയാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്, ആവർത്തന വിരസത അവർക്ക് തോന്നുകയില്ല. അതുകൊണ്ട് പറയുന്നയാളിലും ആവർത്തന വിരസതയില്ല, എല്ലാവരും ഫ്രഷായിട്ട് കേൾക്കുന്നു. വേദാന്ത വാക്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ പാരമാർത്ഥിക സത്തയാണ് സകല ചരാചരങ്ങളിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, പലതില്ല. അപ്പൊ ബ്രഹ്മസത്യം, ജഗൻ മിഥ്യ. ജഗത്ത് മിഥ്യ എന്നാണ് അത് പറയുമ്പോൾ, എഴുതുമ്പോൾ ജഗൻ മിഥ്യ എന്ന് പറയുന്നു എന്നുള്ളത്. ജഗത്ത് പ്ലസ് മിഥ്യയാണ്
ജഗന്മിഥ്യ. അത് സന്ധ്യയുടെ നിയമം അനുസരിച്ച് വരുന്നത്. അപ്പൊ ഇവിടെ സത്യമായിട്ടുള്ളത് പാരമാർത്ഥിക സത്ത, അബ്സല്യൂട്ട് റിയാലിറ്റി ഉള്ളത് ആ ബ്രഹ്മത്തിന്, ഭഗവാന്, ഈശ്വരന്, ആത്മാവിന് മാത്രമേ ഉള്ളൂ. ഈ ബാക്കി ജഗത്തൊക്കെയോ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകും. ഇപ്പൊ തിരമാല എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യാവഹാരിക സത്ത. എത്ര നേരത്തേക്ക്? അത് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ സമുദ്രത്തിലേക്ക് മെർജ് ചെയ്തു. വീണ്ടും അതേ തിരമാലയാണോ വിട്ടുപോകുന്നത്? ആർക്കറിയാവുന്ന. അപ്പോൾ ഭഗവാനാകുന്ന സമുദ്രവും നമ്മളാകുന്ന തിരമാലകളും. അപ്പൊ നമ്മളൊക്കെ ആരാണ്? നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം. എവിടെയാ? എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? നിർമ്മല ബ്രഹ്മസിന്ധുവിലെ കല്ലോ. എത്ര സുന്ദരമായ, എന്താ അതിന്റെ ഒരു പോയറ്റിക് ബ്യൂട്ടി ഒന്ന് നോക്കൂ. നിർമ്മല ബ്രഹ്മസിന്ധുവിലെ ഓളങ്ങളാണ്. അപ്പൊ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ നുരയും പതയും ഓളവുമായും സമുദ്രവുമായിട്ട് വല്ലതും വ്യത്യാസമുണ്ടോ എന്നർത്ഥം. അപ്പൊ നമ്മളൊക്കെ ആരാണ്? ആ പാരമാർത്ഥിക സത്ത തന്നെയാണ്. ഇത് ഇന്ന് ബോധ്യമല്ലാത്തത് കൊണ്ട് അത് നമ്മെ ബോധിപ്പിക്കുന്ന സന്ദേശം തരുന്നതാണ് ഉപനിഷത്ത് അഥവാ വേദാന്തത്തിന്റെ സന്ദേശം. അത് 4 വേദശാഖകളിലുള്ള 4 ഉപനിഷത്തുകളിൽ നിന്നെടുത്ത 4 പ്രധാന വാക്യങ്ങളെ മഹാവാക്യങ്ങൾ അഥവാ 4 ഗ്രേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. 4 മഹാവാക്യങ്ങൾ എന്തൊക്കെയാണ്? പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പ്രജ്ഞാനം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി. ഇത് 4 ഓർത്തിരിക്കണം, അല്ലെങ്കിൽ മോശമാണ്. പ്രജ്ഞാനം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല, ഇനിയും വരുന്നുണ്ട്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ. അപ്പൊ വേദാന്തവാക്യവേദ്യനാം എന്ന് സൂചിപ്പിച്ചത് എന്താണ്? വേദാന്തത്തിന്റെ ഉപനിഷത്തിന്റെ വാക്യങ്ങളെ കൊണ്ട്, സന്ദേശങ്ങളെ കൊണ്ട് വേദ്യനായ, അറിയപ്പെടുന്നവനായ. അപ്പോൾ ഭഗവാനെ അറിയണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്ത്? വേദാന്തവാക്യങ്ങളെ അവലോകനം ചെയ്ത് ആത്മനി സമർപ്പിക്കണം. ഇനി വരുന്ന വാക്കുകളാണ് ഈ സൂചിപ്പിച്ചത്. വേദാന്തവാക്യങ്ങൾ അവലോകനം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കണം. അപ്പോൾ മനസ്സിലാകും ഉള്ളിൽ എന്ത്? അഹം ബ്രഹ്മ അസ്മി. ഞാൻ എന്റെ പരമമായ ഭാവത്തിൽ ആ ചൈതന്യം തന്നെയാണ്. ഈ ശരീരവും മനവും ബുദ്ധിയാദികളൊക്കെ ഉപാധികൾ മാത്രമാണ്. ഉപാധികളെ നീക്കിക്കഴിഞ്ഞാൽ ആ പരമമായ ചൈതന്യം മാത്രമേ. നേരത്തെ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ. ഒന്നുപാധിരഹിതവും ഒന്നുപാധി സഹിതവും. ഒരക്ഷരത്തിന്റെ രായും സായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടാൽ മതി. ഉപാധി സഹിതമാകുമ്പോൾ അതിനെ ജീവനെന്നും ഉപാധിരഹിതമാകുമ്പോഴതിനെ ബ്രഹ്മമെന്നും വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതാണ് വേദാന്തവാക്യം. ഇനി അങ്ങോട്ട് വരുന്നത് ഒരു പ്രയോഗമുണ്ട്. വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ എന്നൊരു പ്രയോഗമുണ്ട് എന്നർത്ഥം. ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. എഴുത്തച്ഛന്റെ വാക്കുകളൊക്കെ ഇതേപോലെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാനും 1-2 വാക്കുകളെയൊക്കെ കൊണ്ട് നമുക്ക് ദിവസങ്ങള് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് എന്നർത്ഥം. വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ വിഷയഗ്രാഹത്തിന് ഉപയോഗിക്കുന്ന ആ എന്താ പറയുക ഉപാധികളൊക്കെ അവിടെ പരാജയപ്പെടുന്നു. അതുകൊണ്ട് ഭഗവാൻ വേദ്യനല്ല. പിന്നെയോ വേദാന്ത വേദ്യനാണ്. അതേസമയത്ത് വേദാന്ത വാക്കുകളെ കൊണ്ട്, ഈ പരമമായ ശാസ്ത്രം കൊണ്ട് ഭഗവാനെ അറിയാം, ഭഗവത് തത്വത്തെ അറിയാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആ സീതാവതിയുടെ പാദം വന്ദിച്ചുകൊണ്ടാണ് ഉമാമഹേശ്വര സംവാദമായിട്ട് ആരംഭിച്ചത്. ആ ഭഗവാന്റെ സുന്ദരമായ മഹാദേവൻ, നേരത്തെ നമ്മൾ പറഞ്ഞു, മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. സുന്ദരമായ ഒരു വർണ്ണനയാണ് ഭഗവാന്റെ മഹാദേവന്റെ ഇരിപ്പിനെ കുറിച്ച്. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ബാലലോചനം. ബാലലോചനമല്ല, പിന്നെ ബാല, 2 ചുണ്ടും കൂട്ടി മുട്ടുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടേ അർത്ഥം. ഫ എന്ന് പറയരുത്, ഫോട്ടോ ഫലം എന്നൊന്നും പറയരുത് എന്നർത്ഥം അല്ലേ. പ ഇഭ ബ ഇഭ മ 5
ഓഷ്ടങ്ങളാണ്. രണ്ട് ചുണ്ടുകളും കൂട്ടിമുട്ടിന്ന് ഉറപ്പിക്കണം. മലയാളത്തിൽ വലിയ അപകടം വരുന്നുണ്ടോ എന്നർത്ഥം. ഇവിടെ ഒരിടത്ത് മന്ത്രജപം കേട്ടപ്പോൾ ഒരാൾ ഫ എന്ന് പറയുന്നത് നിവൃത്തിയില്ലാതെ നമ്മൾ വന്നിട്ട് അവരെ പഠിപ്പിക്കുന്ന ആചാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയൊരു അപകടമുണ്ട്. വളരെ വിനയത്തോടെ നമ്മൾ സൂചിപ്പിച്ചു. നമ്മളല്ല, നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സംസ്കൃത പണ്ഡിതനുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, കുട്ടികൾ ഇങ്ങനെ ഫാഫ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ? ഞാൻ കുറേ ദിവസമായിട്ട് അവരോട് പറയുന്നുണ്ട്, ശരിയാകുന്നില്ല. ഈ കോഴ്സ് കഴിഞ്ഞ് ഇവർ പോകുമ്പോഴത്തേക്കെങ്കിലും അതൊരു ആക്കി എടുക്കണമെന്ന് നമ്മുടെ ഇടയ്ക്കൊക്കെ ഉണ്ട് അങ്ങനെ പറയുന്നവരെ. ഫോട്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ഫലം, ഇങ്ങനെയല്ല, പിന്നെ ഫലം. ഓഷ്ടം എന്ന് ഓർത്താൽ മതി. രണ്ട് ചുണ്ടുകളും കൂട്ടിമുട്ടിയിരിക്കണം. പ ഇഭ ബ ഇഭ മാ. അല്ല, ഏതെങ്കിലും ഒരക്ഷരം ചുണ്ട് കൂട്ട പറയുന്നുണ്ടോ എന്ന് ആലോചിച്ചു. പിന്നെ ചുണ്ട് മുറിഞ്ഞവരും വല്ല ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് വേണേ പറഞ്ഞു. ആശയം വ്യക്തമായില്ലേ? ബാലലോചനം മുനിസിദ്ധസേവാദി സേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരൻ വന്ദിച്ച് വാമോത്സംഗേ വാഴുന്ന ഭഗവതി. ദേവി എവിടെയായിരിക്കുന്നത്? ഭഗവാന്റെ മടിയിൽ തന്നെയാണ്. എന്നിട്ടും ചോദിച്ചു എന്നർത്ഥം. എന്താ ചോദിച്ചത്? സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധി. എത്ര പേരുകളിലാണ് ഭഗവാനെ വിളിച്ചത് നോക്കൂ. അത്യന്തം രഹസ്യമാം വസ്തു വന്നിരിക്കലും ചോദിക്കാൻ പോകുന്ന വിവരം വളരെ രഹസ്യമാണെങ്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം, മഹാത്മാക്കളായിട്ടുള്ളവരെന്ത് ചെയ്യും? ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്ന് കേൾപ്പൂ. അപ്പൊ ഈ ഉപദേശം ആർക്കാ കൊടുക്കേണ്ടത്? ഭക്തന്മാർക്ക്. അപ്പൊ ഈ ഉപദേശം ചോദിക്കാനുള്ള ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഭക്തി ഉണ്ടാകണം. ഭക്തി എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെയൊക്കെ നോക്കി പഠിക്കുക, എങ്ങനെയാണ് ഭക്തി ഉണ്ടാകേണ്ടത്. ഞാൻ ഭക്തനായിട്ടുണ്ടോ എന്നൊരു സ്വയം പരിശോധന നടത്തൂ. ഗീത 12ാം അധ്യായം എടുത്തു വെച്ചിട്ട് പഠിച്ചു നോക്കൂ. എനിക്കിതിലേത് ടെസ്റ്റ് ഉണ്ട്, ഏതിലെങ്കിലുമൊക്കെ ഞാൻ പാസ്സാകുന്നുണ്ടോ നോക്കൂ.